നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുള്ള സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാത തന്നെയാണ് ലക്ഷ്യം. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു ലക്ഷ്യം, വിദൂരമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെയൊന്നുമില്ല. ലക്ഷ്യം ഇവിടെ ഇപ്പോൾ തന്നെയാണ്. നമ്മളത് തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടേതായിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് കടന്നു വരുമ്പോഴാണ് ആ പ്യൂർ ആയിട്ടുള്ള ഋതത്തില് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമ്മൾ പാതയിൽ നിന്ന് വിട്ടുപോകുന്നത്. പാതയിലേക്ക് തിരിച്ചു വരാൻ, ശരിക്കുള്ള ഫ്ലോയിലേക്ക് തിരിച്ചു വരാൻ മനുഷ്യന് ഒരുപാട് പ്രയത്നം നടത്തേണ്ട ആവശ്യം വന്നിരിക്കും. ഇതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് മെറ്റീരിയൽ എഡ്യൂക്കേഷൻ ആയാലും സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആയാലും എല്ലാം നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ നാരോ ആയിട്ടുള്ള ചിന്താഗതികളെ പ്യൂരിഫൈ ചെയ്തിട്ട് ശരിക്കുള്ള ആ പ്യൂർ ആയിട്ടുള്ള ക്യാരക്ടറിനെ റിവീൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട ഒരു ആവശ്യം വന്നിരിക്കുന്നു. നമ്മുടെ തന്നെ എക്സ്പ്രഷൻ ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടി വരികയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അത് കാണുകയാണ്, ഇതാരുണ്ടാക്കിയത്. എന്നിട്ട് ആ ഉണ്ടാക്കിയ ആളെ കണ്ടെത്താൻ നോക്കുകയാണ്. ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. ശരിക്കും ഉണ്ടാക്കിയ ആള് ഞാൻ തന്നെയാണ്, വേറെ ആരും ഇത് ഇവിടെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് സൃഷ്ടിയിലുള്ള ആ വണ്ടർ, ആനന്ദം, ഇതെല്ലാം നമ്മൾ കൊണ്ടുവരണം. ഈ എക്സ്പ്രഷൻ ഞാൻ ചെയ്തതാണ്, ഇപ്പൊ തിരിച്ചറിയുന്നു, അപ്പൊ ഒരു ആനന്ദം. അല്ലാതെ വേറൊന്നും അതിൽ ഡിവിഡൻഡ് ഇല്ല. അത് കൂട്ടിവെക്കേണ്ട ആവശ്യമില്ല. അത് എന്നിൽ നിന്നും എക്സ്പ്രസ്ഡ് ആയതാണ്. ഇപ്പൊ സ്കൂളുകളിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഈ ഒരു വണ്ടർ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ എക്സ്പ്രഷനിലുള്ള വണ്ടർ, ക്രിയേറ്റീവ് ടാലൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉള്ള വണ്ടർ,
അവിടെ അഹംഭാവം അല്ല കടന്നു വരേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യത്തില് നല്ലൊരു ലിസണിങ് കപ്പാസിറ്റിയുടെ ആവശ്യമുണ്ട്. നല്ലൊരു ലിസണർ ആവണം. പല തരത്തിലുള്ള എക്സ്പ്രഷൻസ് കാണുമ്പോൾ ആ സൃഷ്ടിയുടെ യഥാർത്ഥത്തിൽ എൻ്റെ ഉണ്മയുടെ സൃഷ്ടിയുടെ ആ അത്ഭുതങ്ങൾ ദർശിക്കുകയാണ് എന്ന് കുട്ടി തിരിച്ചറിയണം. അപ്പൊ ലിസണിങ്ങിലൂടെ അത് വരുള്ളൂ. ലിസണിങ് ചെയ്യാത്ത ഒരാൾക്ക് ബ്ലോക്കായി ചെയ്യുന്നു. ചാരിജി മഹാരാജ് പറഞ്ഞു, ദോസ് ഹു ഡു നോട്ട് ലിസൺ, ദർ എഡ്യൂക്കേഷൻ ഇസ് ഓൾമോസ്റ്റ് സ്റ്റോപ്ഡ്, ബ്ലോക്ക്ഡ് ആണ്. എനിക്കറിയാം, നമ്മൾ ആരോടെങ്കിലും ചോദിക്കാം എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ലിസണിങ് ശരിക്കും നമ്മൾ എന്താ ലിസൺ ചെയ്യുന്നത്? നമ്മളുടെ തന്നെ നമ്മൾ മറന്നുപോയിട്ടുള്ള നമ്മുടെ ക്രിയേറ്റീവ് ടാലൻസിന്റെ എക്സ്പ്രഷനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, അത്ഭുതത്തോടെ ആക്സെപ്റ്റ് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും തെറ്റില്ല എന്ന് തിരിച്ചറിയേണ്ട ആവശ്യം. ഇപ്പൊ എഡ്യൂക്കേഷനിൽ ഷെയറിങ്, കെയറിങ്, ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ഒക്കെ പ്രാധാന്യം അതുകൊണ്ടാണ്. ഗ്രൂപ്പായിട്ട് എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾ ക്രാഫ്റ്റ് ചെയ്യാണെന്ന് ആലോചിച്ചു പോകും, പല പല രീതിയിലുള്ള ടാലൻസ് എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാട്ട് പാടും, പല പല രീതിയിലുള്ള ടാലൻസ് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ആരെയും താഴ്ത്തി കാണേണ്ട കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ ലിസണിങ് കപ്പാസിറ്റി കുറഞ്ഞു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ശരിക്കും കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എന്തിനാ വേണ്ടത്? എൻ്റെ ഇമ്പ്രൂവ്മെന്റിലായിരിക്കണം. ഒരു ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും അനുഭവങ്ങൾ സ്വാംശീകരിച്ചിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി, അങ്ങനെ ഒരാളല്ലേ ഇവോൾവ് ആയിട്ടത്. അല്ല അതിൽ നിന്നും വിപരീതമായിട്ട് ഞാൻ പറയുന്നതാണ് ശരി എന്ന് കാണിക്കുന്ന ഒരാളാണോ? ഹാർട്ട്ഫുൾനെസ്സിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാവുന്ന എസെൻസ് അത് പ്രകടിപ്പിക്കാനാണ് പറയുന്നത്. നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ അറിവുള്ള ഒരാളാണ് എന്നൊരു തോന്നൽ വരും. ആരും പറയുന്നത് തെറ്റല്ല. നമ്മൾ കേൾക്കുമ്പോൾ കൂടുതൽ നമ്മൾ നമ്മളിലേക്ക് അടുക്കുന്നു, യഥാർത്ഥ ഉണ്മയിലേക്ക് അടുക്കുന്നു. കുട്ടികളിൽ ഈ ഒരു കഴിവുണ്ടാക്കാനാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പലപ്പോഴും താല്പര്യം കാണിക്കില്ല. ഗ്രൂപ്പ് സോങ്സ്, അസംബ്ലീസ്, ക്ലാസ് തന്നെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഇപ്പൊ ക്ലാസ്സിൽ ഒന്നിച്ചിരിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ട്യൂഷൻ പഠിച്ചിട്ട് റാങ്ക് നേടുക. ഈ കോവിഡ് സമയത്തൊക്കെ ഓൺലൈൻ ക്ലാസ്സസിന് ഈ തരത്തിലുള്ള പ്രശ്നം ഉണ്ടായി എന്ന് തോന്നുന്നു. ഗ്രൂപ്പ് ആക്ടിവിറ്റീസിന് പ്രാധാന്യം ഇല്ലാണ്ട് ഇപ്പൊ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. നമ്മൾ കുറച്ച് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാളൊക്കെ മുകളിലെത്തി എന്നൊരു തോന്നൽ എനിക്ക് തോന്നാറ്. ഞാൻ ഇരുന്ന് പഠിക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് എന്തുകൊണ്ടാണ്? എത്രയോ ആൾക്കാർ ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ ബോഡിയെ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, ഡ്രസ്സ് ഉണ്ടാക്കി തരുന്നു, കണ്ണട, നമുക്ക് ജീവിക്കാനുള്ള വീട്, നമ്മൾ കളയുന്ന വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട് സസ്യങ്ങളും മൃഗങ്ങളും എല്ലാം പങ്കെടുക്കുന്നു, സൂര്യൻ പങ്കെടുക്കുന്നു. അപ്പൊ അറ്റ്ലീസ്റ്റ് മനുഷ്യന്റെ തലത്തിലുള്ള എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു വീഴ്ച തന്നെയാണ്. എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് ഒരാൾ മുകളിലേക്ക് വരിക. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം ഉള്ളതുകൊണ്ടാണ് നീ ജയിക്കുന്നത്, ആരും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജയമുള്ളത്? അതുകൊണ്ടാണ് ഉബുണ്ടു എന്നുള്ള ആ തത്വശാസ്ത്രം, ഫിലോസഫി ഇത്രയും നല്ലത്, വലിയൊരു തത്വശാസ്ത്രമാണ്. ഐ ആം ബിക്കോസ് വി ആർ. അപ്പൊ ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ശരിക്കുള്ള ഗ്രോത്ത് എന്ന് മനസ്സിലാക്കണം കുട്ടികൾ. അത് വലുതാവുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അത് എവിടെയോ നമ്മൾ നഷ്ടപ്പെടുത്തി പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ എവിടെയും കോമ്പറ്റീഷൻ, കളിയിലായാലും തോൽപ്പിക്കുക, കിൽ 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 എന്നാണ്. അത് മാറിയിട്ട് ഗ്രൂപ്പായിട്ടുള്ള പാർട്ടിസിപ്പേഷനിലുള്ള സന്തോഷം എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് എന്താ ആൾക്കോൾ വേണ്ടത്? നമുക്ക് ജീവിക്കണം, ജീവനെ എക്സ്പ്രസ് ചെയ്യണം, സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. അതിനുള്ള അവസരങ്ങളാണ് ഈ ജീവിതം മുഴുവൻ. അതിനു വേണ്ടിയിട്ട് ഈ ജീവിതത്തെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എൻ്റെ കഴിവുകളെ ഈ ജീവിതത്തിൽ മാത്രം കാണിക്കാൻ പോകുന്ന, ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ കഴിവുകളെ എക്സ്പ്രസ് ചെയ്യുക, അതിന് കുറച്ച് പ്രായത്തിൽ മാത്രം നിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരു 25 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ അല്ലെങ്കിൽ 65 വയസ്സ് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കഴിവുകൾ ക്ഷയിക്കുന്നു. അത് ഏത് ജോലിയായാലും. ഈ ഒരു ചെറിയൊരു പേഴ്സണാലിറ്റി എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ വിജയം കണക്കാക്കുന്നത് ആണ് ഏറ്റവും വലിയ
തെറ്റ്, ഏറ്റവും വലിയ അപകടം. അത് ആർട്ടിസ്റ്റ് ആയാലും ഫിലോസഫേഴ്സ് ആയാലും വിവരമുള്ള ആൾക്കാരായാലും സംഗീതജ്ഞന്മാരായാലും എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. അതുകൊണ്ട് വിനയം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം കേൾക്കാൻ തയ്യാറാവണം. ഗ്രൂപ്പ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ശ്രമങ്ങൾ, എല്ലാവരും ക്രിയേറ്റീവ് ടാലൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൽ നമ്മളും ആനന്ദം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്തുന്നു. ഇനിയും നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.